ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ കപ്പ് നേടാൻ അർഹതയുള്ള കുട്ടിയായിരുന്നു ജാസ്മിൻ ജാഫർ എന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നർ അഖിൽ മാരാറിൻ്റെ അഭിപ്രായം. വലിയ രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് വിധേയയായി എന്നറിഞ്ഞിട്ടും ആത്മവിശ്വാസത്തോടെ അവിടെ പിടിച്ചു നിന്നിരുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നും അഖിൽ മാരാർ ചൂണ്ടിക്കാട്ടി. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അഖിൽ മാരാറിൻ്റെ ഈ പരാമർശം. ബിഗ് ബോസിൽ ഇതുവരെ വന്നുപോയവരിൽ നിന്നും ഏറ്റവും ധീരയായ പെൺകുട്ടി ജാസ്മിൻ ആണെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർത്തു. ജാസ്മിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സഹതാപം തോന്നുന്നുണ്ട്. വലിയ മികച്ച പൊട്ടൻഷ്യലുള്ള കുട്ടിയാണ് ജാസ്മിൻ. സീസണിലെ വിന്നറാകാൻ മറ്റൊരാളെക്കാളും അർഹതയുള്ള കുട്ടിയായിരുന്നു ജാസ്മിൻ. ഷോ അധികം കാണാത്തത് കൊണ്ട് തനിക്ക് അധികം അറിയില്ല. എന്നാലും ആ കുട്ടി നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ് കണ്ടും കേട്ടും പലതും അറിയാമെന്നും മാരാർ പറയുന്നു. ഇത്തവണ ലോകത്തിൻ കഥയറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിന് ഉള്ളിലുള്ള മത്സരാർത്ഥികൾ അറിഞ്ഞിരുന്നുവെന്നും താൻ അത്രത്തോളം സൈബർ ബുള്ളിങ്ങിന് ഇരയായി എന്നറിഞ്ഞിട്ടും അത്രയും കോൺഫിഡൻസോടെ അവിടെ പിടിച്ചു നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നും അവരുടെ പെരുമാറ്റത്തിലുള്ള ശരിതെറ്റുകളുടെ വൈകൃതങ്ങളോ അല്ല താൻ പറയുന്നതെന്നും അതിലുപരി മനസാന്നിധ്യത്തോടു കൂടി തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നത്തെ അതിജീവിക്കാൻ കരുത്തുകാട്ടിയ 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നും ബിഗ് ബോസിൽ വന്നുപോയ ധീരയായ പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നും പറയാമെന്ന് അഖിൽ മാരാർ പറയുന്നു. എന്നാൽ ജാസ്മിനെ സമൂഹം ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഈ ഇഷ്ടവും വെറുപ്പുമൊക്കെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു 6 മാസമാകുമ്പോൾ ആൾക്കാർ അതൊക്കെ മറക്കുമെന്നും അഖിൽ മാരാർ പറയുന്നു. അതേസമയം ബിഗ് ബോസ് സീസൺ 6-ൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ജാസ്മിനെ വിമർശിച്ച വ്യക്തിയാണ് അഖിൽ മാരാർ. ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കണ്ടന്റുകൾ ഒന്നും തന്നെ താൻ കണ്ടിട്ടില്ല എന്നും കെട്ടിപ്പിടിച്ച് തടവിയിരുന്നത് മാത്രമാണ് ജബ്രികളുടെ കണ്ടന്റ് എന്നും അത് കാണാൻ വേണ്ടിയാണെങ്കിൽ വേറെ സൈറ്റിൽ കയറിയാൽ വീറും വൃത്തിയുമുള്ള തടവലുകൾ കണ്ടൂടെ എന്നുമാണ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഗബ്രി കോംബോയെക്കുറിച്ച് അഖിൽ മാരാർ പറഞ്ഞിരുന്നത്. ബിഗ് ബോസ് 6 എന്നാൽ ജബ്രികൾ എന്നാണ് എല്ലാവരും പറയുക എന്നും ഇതിനു വേണ്ടിയാണോ കോടിക്കണക്കിന് രൂപ മുടക്കി ഷോ നടത്തുന്നതെന്നും സമൂഹത്തിന് പ്രതിഫലനം ആയിരിക്കണം ബിഗ് ബോസ് എന്നുമൊക്കെയാണ് അഖിൽ മാരാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്.